നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് ഞങ്ങളെ ലോഫ്റ്റാണ്. എൻ്റെ മോനാണ് അടുത്ത് നിൽക്കുന്നത്. ഇനി എൻ്റെ ലോഫ്റ്റിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ബൊക്കാരോ ആണ്. ഇത് ഒരു മുസ്ലിം മതപണ്ഡിതനായ മുർത്തസ ബർബായ് ഗിഫ്റ്റ് ചെയ്ത ബേർഡ്സാണിത്. ഇതെൻ്റെ സ്പാങ്കിൾ ഹാന പൗട്ടേഴ്സ്. ഇവനാണ് ഞാൻ ഒരു 4-5 കൊല്ലം മുമ്പ് ഞാൻ വാങ്ങിയൊരു ബേർഡാത്. ഇവന് വാങ്ങുമ്പോൾ ട്യൂമർ ഉണ്ടായിരുന്നു. അത് പിന്നെ സർജറി ചെയ്ത് ഞങ്ങൾ റിമൂവ് ചെയ്തു. ഇവൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആളും മിടുക്കനാണ്. ഇത് വിവേക് രാജ്, കൊല്ലത്തുള്ള പുനലൂരുള്ള വിവേകിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ വാങ്ങിയൊരു ബേർഡാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഈ ഫോട്ടോയിൽ അതിൻ്റെ ക്ലിയർ ഉണ്ടാവില്ല, വീഡിയോയിൽ, സോറി. ഇത് ഫാൻറ്റെയിൽ. ഇവളെ ടെയിൽ കട്ട് ചെയ്തിരിക്കുക. ഭയങ്കര സുന്ദരിയാണ് ആള്. ഇത് ജാക്കോബിൻസ് രതീഷ് ഭായ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബേർഡ്സാണ്. ബാലുശ്ശേരിയുള്ള രതീഷ് ഭായ് ഗിഫ്റ്റ് ചെയ്ത ബേർഡ്സ് അത്. ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മാക്പൈ പൗട്ടർ. ഇവൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പല സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇന്നും എന്നെ ആൾക്കാരൊരു ചെറിയ ബ്രീഡർ എന്നുള്ള നിലയിൽ എന്നെ ഇന്നും അവർ ഇഷ്ടപ്പെടുന്നത് ഈ ബേർഡ്സ് കാരണം മാത്രമാണ്. ഇത് എൻ്റെ സ്വന്തം ഗൂളി, ഞങ്ങളുടെ സ്വന്തം ഗൂളിയാണത്. ഇന്ത്യയുടെ സ്വന്തം ഗൂളി. ഇത് എൻ്റെ ഡിയറസ്റ്റ് മൻസൂർ ഭായിയുടെ ജാക്കോബിൻസ് കുഞ്ഞുങ്ങളാണ്. ഇവരിപ്പോൾ മോൾട്ടിങ്ങിലാണ്. അതുകൊണ്ട് ഹെയർ ക്വാളിറ്റി ഒന്നും നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇത് ഇന്ത്യൻ ഫാൻറ്റെയിൽസ്. ഇവരിപ്പോൾ മുട്ടിട്ടിരിക്കുകയാണ്. പുറത്ത് വിട്ടാലേ ഇവരെയൊക്കെ നല്ലൊരു സ്റ്റൈലും പെർഫോമൻസ് കാണാൻ പറ്റുള്ളൂ. ഇതെൻ്റെ മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യൻ ഫാൻറ്റെയിൽസ്. ഇവരെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോന്. മുട്ടിട്ട് കിടക്കുകയാണ്. ഇത് എനിക്ക് നമ്മളുടെ അന്തരിച്ചു പോയ പ്രണബ് തന്ന ഇന്ത്യൻ ഫാൻറ്റെയിൽസ് ആണ്, ജെറ്റ് ബ്ലാക്ക്. നല്ല ബേർഡ്സാണ്. ഇതും ഇപ്പം മോൾട്ടിങ്ങിലാണ് ഉള്ളത്. ഇത് അൻവർ ഭായ് നിന്ന് ഞാൻ എടുത്ത 2 ചെറിയ കുഞ്ഞുങ്ങളാണിത്. ഇപ്പോൾ ഇവർ വലുതായി മുട്ടിട്ടു. ഇംഗ്ലീഷ് ഫാൻറ്റെയിൽസാണിത്. ഇത് എനിക്കതുപോലെ തന്നെ മുർത്തസ ബർബായ്, ഒരു മുസ്ലിം മതപണ്ഡിതൻ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം ഗിഫ്റ്റ് ചെയ്ത ബേർഡ്സാണ്. ഞാൻ ഫോസ്റ്റർ പാരൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ അവർ ഒരു മുട്ട വിരിയിച്ചിട്ടുണ്ട്. അത് അവരെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഇതൊരു പ്രത്യേകം നോക്കുക, ഞാൻ ഫോസ്റ്റർ പാരൻസ് നാടനായിക്കോട്ടെ ജാക്കോബിൻസ് ആയിക്കോട്ടെ ഒരേ വലുപ്പത്തിലും ഒരേ സൗകര്യത്തോടു കൂടിയുള്ള കേജസാണ് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തീറ്റയിലും ഭക്ഷണ രീതിയിലും മെഡിസിൻ കൊടുക്കുന്നതിലും ഒന്നും ഒരു വ്യത്യാസവും കാണിക്കാറില്ല. ഒരു നാടനാണ്, അതിനത്ര കൊടുത്താൽ മതി, അങ്ങനത്തെ ഒന്നുമില്ല. ഇത് കേജസ് നോക്കിയാൽ തന്നെ അറിയാം. ഇത് ഇതേപോലെ പ്രണബ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ബേർഡാണ്, ലാഹോർ. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനിവിടെ ഒരു സന്ദീപ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, അവൻ്റെ നിന്ന് വാങ്ങിച്ചൊരു ബേർഡാണ് ആ കാണുന്നത്, ആഷ് റെഡ്. വളരെ നല്ല ഫോസ്റ്റർ പാരൻസാണ്, ഭയങ്കര സ്നേഹമാണ് ഞങ്ങളോട്. ഇത് ഞാൻ അഗെയിൻ ഫോസ്റ്റർ പാരൻസായിട്ട് യൂസ് ചെയ്യുന്ന ഹോമേഴ്സാണ്. ഇവരെ ഇപ്പോൾ പുറത്തേക്ക് തുറന്നു വിടാനുള്ള സമയം, അതിന് റെഡിയായി നിൽക്കുക അവൾ. കാണാം, അതാ പോകുന്നു. ഓക്കെ, ബൈ ബൈ. അവർ പോകുന്നു. ഇത് അതേപോലെ ഞാനിത് കല്യാൺ ഫാംസ് നിന്ന് വാങ്ങിയൊരു ബേർഡാണ്. അവർ ഹൈ ഫ്ലയേഴ്സിനൊക്കെ ഇറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബേർഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതേപോലെ തന്നെ ഫോസ്റ്റർ പാരൻസായിട്ട് യൂസ് ചെയ്യുന്നു. കൂടിൻ്റെയൊക്കെ ക്ലെൻലിനെസ് കണ്ടോ. ഇത് ഞാനിവിടെ വിരിയിച്ചെടുത്ത ബൊക്കാരോ കുഞ്ഞുങ്ങളാണ്. ഇവൾ ഇപ്പോൾ 8 കല്ലിയായി. ഇതവളുടെ ചേട്ടൻ. അഗെയിൻ ഇവിടെ വിരിഞ്ഞ കുഞ്ഞാണ്. ഇത് എൻ്റെ മോന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ലോഫ്റ്റാണത്. എൻ്റെ മോൻ്റെ പേര് അഭിമന്യു. അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് നേരത്തെ കണ്ട അൻവർ ഖാൻ്റെ നിന്ന് കൊണ്ടുവന്ന ഫാൻറ്റെയിലിൻ്റെ ആദ്യത്തെ കുട്ടിയാണ് അവൾ. സോറി, ഇവനോ അവളോന്ന് അറിയില്ല.
ഇത് മറ്റേ ഇപ്പോൾ അവിടെ കണ്ട ജെറ്റ് ബ്ലാക്ക് ഫാൻറ്റെയിലിൻ്റെ കുട്ടിയാണ്. ഇതെൻ്റെ മോൻ്റെ ലോഫ്റ്റാണിത്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. നല്ല ഒരു ഫാൻറ്റെയിലാണത്. ഇംഗ്ലീഷ് ഫാൻറ്റെയിലാണ് ഇത്. ഇവിടെ തന്നെ വിരിഞ്ഞ നേരത്തെ കണ്ട ആൽമണ്ടിനും കോപ്പർ ബ്ലാക്കിനും കൂടെ വിരിഞ്ഞ ആൽമണ്ട് മെയിലാണത്. ഇതും ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. എൻ്റെ ഞാനിപ്പോൾ ഇവർ ഭയങ്കര സ്നേഹത്തിലാണ്. ഒരേ പ്രായക്കാരാണ്. 2 കല്ലി ആയിട്ടേ ഉള്ളൂ. ഒന്ന് സ്പാങ്കിൾ ഹന പൗഡറും ഒന്ന് മാക്പൈ ആണ്. ഇത് ഇവളും ഇവിടെ ഉണ്ടായ കുഞ്ഞാണ്. റെഡും അതുപോലെ ജിത്തിനെ ഇതിൻ്റെ കളർ പാറ്റേണൊക്കെ പറയാൻ അറിയുള്ളൂ. ഓക്കെ, അതുപോലെ ഇതും ഇവിടെ നേരത്തെ കണ്ട ഷിറാസിനും നാടനും കൂടെ വിരിഞ്ഞ കുഞ്ഞാത്. ഇത് അതേപോലെ മാക്പൈക്ക് വിരിഞ്ഞ കുഞ്ഞൻ. ഇത് അൻവർക്ക എനിക്ക് വന്ന ഫീമെയിൽ ജാക്കോബിനാണ്. മോൾട്ടിങ്ങിലാണ് ഇവള്. ഇത് ജിലിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ജാക്കോബിൻ കുഞ്ഞാണ്. ഒരു അരക്കല്ലി ആയിട്ടേ ഉള്ളൂ അവള്. ഓക്കെ, ഇത് എൻ്റെ പ്രാവുകൾക്ക് ഉള്ള ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് പറയാം. അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനും മണ്ണെല്ലാം കൊത്തി തിന്നാനും ഒക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിന് പറന്ന് നടക്കാം. കണ്ടില്ലേ, ഞാൻ ഇവിടെയാണ് എൻ്റെ പ്രാവുകളെ തുറന്നു വിടാറ്. എല്ലാവരെയും തുറന്നു വിടും, ജാക്കോബിൻസിനെയും പൊക്കാരോനെയും ഒക്കെ. എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ലോഫ്റ്റ് കണ്ട് എല്ലാവർക്കും ഈ പ്രാവുകളെ എങ്ങനെ കീപ്പ് ചെയ്യേണ്ട, അതിൻ്റെ ക്ലെൻലിനെസ് എങ്ങനെയാണ് വേണ്ടത്, അതിനെ തുറന്നു വിട്ട് വളർത്തണം, അവർക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം, അത് ഫോസ്റ്റർ പാരൻസിന് വേറെ ചെറിയ ഇടുങ്ങിയ കൂടുകളും നല്ല ബ്രീഡ്സിന് വലിയ കൂടുകൾ, അങ്ങനത്തെ വേർതിരിവൊന്നും പാടില്ല. എല്ലാവർക്കും പ്രാവുകളെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും നല്ല ബ്രീഡ്സിനെ വളർത്താനും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. ജയ് ഹിന്ദ്.